ഗൈസ് ഈ വീട് എന്ന് പറയുമ്പോൾ എന്റെ ബാംഗ്ലൂരിലുള്ള 2 ഫ്രണ്ട്സും ചെന്നൈയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഞങ്ങൾ ബീച്ച് വരെ പോയിട്ട് മീറ്റപ്പ് ചെയ്യാന്ന്. ബീച്ച് എന്താ ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ ചെന്നൈ വരെ വന്നിട്ട് മറീന ബീച്ച് കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. പിന്നെ അവർ ഒരു മാസമായിട്ട് ഓഫീസിൽ തന്നെയായിരുന്നു. സോ അവിടെ ഈസി ഉണ്ടായിട്ട് അവര് വെളിയിലത്തെ ചൂട് ഇപ്പഴാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ബീച്ചിൽ വന്ന് പിന്നെ ഓരോ ഷോപ്പ് കണ്ടു. പിന്നെ ചേച്ചിക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന്. അപ്പൊ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി. ഇട്ടോണ്ട് വന്ന ചെരുപ്പ് പനിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുതിയ ചെരുപ്പ് വാങ്ങിച്ചത്. പിന്നെ ഈ കുതിരയെ കണ്ടപ്പോൾ തന്നെ എന്റെ അനിയൻ അതിൽ കയറിയില്ലെങ്കിൽ സമാധാനം വരത്തില്ല. അങ്ങനെ ഞങ്ങൾ കുതിരയെ കയറി. റേറ്റ് പക്ഷെ ഇച്ചിരി കൂടുതൽ. അഡൽട്ടിന് 100ഉം ചൈൽഡിന് 50ഉം. പിന്നെ ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ ബീച്ച് സൺസെറ്റ് കണ്ടോണ്ടിരുന്നു. പിന്നെ ഇച്ചിരി നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ചു. എനിക്ക് തോന്നുന്നു അവിടെ പോയെങ്കിലും ഞങ്ങൾ 3 പേരും വന്ന് മാക്സിമം എൻജോയ് ചെയ്ത്. അവർ 3 പേരും കരയിലായിരുന്നു നിന്ന്. പിന്നെ വിവേക് എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറെ ഞങ്ങളുടെ ക്ലിപ്സ് ഒക്കെ കിട്ടി. എനിക്ക് ആക്ച്വലി ബീച്ചിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാംഗ്ലൂരിൽ ബീച്ചിലെത്തോണ്ട് കുറെ നാൾ ശേഷമാണ് ഞാൻ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്റെ കൂട്ട് എന്റെ അനിയനും ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. ഒരു 7 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗൺ ഷോട്ട് കണ്ടു. പിന്നെ അവന് ഇത് കളിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ അജു ഇത് കളിച്ചു. ഞങ്ങൾ എപ്പോഴൊക്കെ ബീച്ചിൽ വന്നിട്ടുണ്ടോ ഞങ്ങൾ എപ്പോഴും ഇത് കളിച്ചിട്ടുണ്ട്. സോ അവൻ ഇതിനിപ്പോ ഭയങ്കര എക്സ്പെർട്ട് ആണ്. വരെ ഞാൻ ഇവന്റെ ബബിൾ വാങ്ങിച്ചു കൊടുത്തു. അത് ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് തിരിച്ച് മെട്രോ വരെ പോയത്. ബിക്കോസ് മെട്രോ ഇച്ചിരി നടക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. എന്നിട്ട് ഇവര് വേറെ സൈഡും ഞങ്ങൾ വേറെ സൈഡും ആയിരുന്നു. അത്രയുള്ള ഗൈസ് ഈ വീഡിയോ മേക്ക് ഷുവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ. ബൈ, ടേക്ക് കെയർ.